ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ വയനാട് വ്ളോഗ്. അങ്ങനെ മഴ തുടങ്ങിയ സമയത്ത് മെയ് 24-ാം തീയതിയാണ് ഞങ്ങൾ ട്രിപ്പ് പോണത്. മഴ പെയ്തുകൊണ്ട് രാവിലെ 7 മണിക്ക് ഇറങ്ങേണ്ട ഞങ്ങൾ 7:30-ക്കാണ് ഇറങ്ങിയത്. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം നടക്കേണ്ട ഞങ്ങൾ കുട്ടികൾ മാത്രമുള്ള ട്രിപ്പാണ് ഇത്. ഞങ്ങൾ നേരെ പോണത് ഞങ്ങളെ മേമൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്നാണ് ഇനി എവിടേക്കാണ് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. കാരണം മഴ ഉള്ളതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ അന്ന് അടവാണ്. മാമിൻ്റെ അവിടെ നിന്ന് പച്ച ബസ്സിൽ കോഴിക്കോട്ടേക്കും അവിടെ നിന്ന് KSRTCയിലുമാണ് ഞങ്ങളെ യാത്ര. എല്ലാവർക്കും അടുത്തടുത്തന്നെ സീറ്റ് കിട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഹാപ്പിനെസ് ഉണ്ട്. കൽപ്പറ്റ എത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. എല്ലാവരും ബീഫിൻ്റെ കൂടെ നൂൽപുട്ടും പുട്ടും ഒക്കെയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ മോളി മേമിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴെ ഒരു കടയിൽ പോയി പച്ചക്കറി വാങ്ങിച്ചു. എന്നിട്ട് പിന്നെയും റൂം വന്ന് പിന്നെയും കുറേ നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് പാട്ടൊക്കെ ഇട്ട് വൈപ്പ് ചെയ്തു. ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കർലാട് ലേക്ക് കാണാൻ പോകാൻ ഇറങ്ങി. ബസ് കയറി കാവമണ്ണ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് 100 രൂപയ്ക്ക് ഓട്ടോ വിളിച്ച് വേണം ലേക്കിക്ക് പോകാൻ. ഞങ്ങൾ 3 ഓട്ടോയിലായിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ കയാക്കിങ്ങും സിപ്പ് ലൈനും ഒക്കെ ഉണ്ട്. പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ലേക്ക് കണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നത്തെ ഞങ്ങളെ മെയിൻ പരിപാടി ഫോട്ടോ എടുക്കലായിരുന്നു. അവിടെ ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആമ്പലൊക്കെ വിരിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ബസ് സ്റ്റോപ്പ് വരെ നടക്കാൻ തീരുമാനിച്ച്. നടന്ന് കുറച്ചെത്തിയപ്പോൾ മഴയും പെയ്ത്. ആദ്യമൊക്കെ ചെറിയ മഴയായിരുന്നു. കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കുട ഉള്ളതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് നടന്നു പോകുന്നു. പക്ഷേ കുറച്ച് ദൂരം എത്തിയപ്പോൾ മഴയ്ക്ക് ശക്തി കൂടി. അപ്പം ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന്. പക്ഷേ ഭാഗ്യത്തിന് ആ സമയത്ത് ഒരു ചെറിയ പിക്കപ്പ് വന്ന് ഞങ്ങൾ കൈ കാണിച്ചപ്പോൾ അവർ ഞങ്ങളതിൽ കയറ്റുകയും ചെയ്ത്. അതുവരെ ലേക്കിൽ പോയി ബോറടിച്ചു, ലേക്കിലേക്ക് വന്നത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ അനിയന്മാർക്കൊക്കെ ഈ ലോറിയിലിൻ്റെ ബാക്കിൽ കയറിയപ്പോൾ ആണ് സന്തോഷമായത്. നമ്മള് വയനാട് വന്ന് കുടുങ്ങി. ഇവിടെ റെഡ് അലേർട്ടാ. വണ്ടിയൊന്നുമില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാണു ഗൈസ്, ഇതാണ് അവിടുത്തെ അവസ്ഥ. എന്തൊരു ശോകമാണ്. നമ്മളെ പറഞ്ഞ ഓട്ടോ വിളിക്കാൻ ഒരു കേട്ടില്ല. അവർക്ക് നടക്കണം, നൊസ്റ്റാൾജിയ അടിക്കാൻ. രാവിലെ എണീറ്റ് അപ്പം തന്നെ ഞങ്ങൾ 4 ആളും കൂടെ നടക്കാൻ ഇറങ്ങി. ഈ കടയിൽ കയറി ചായ കുടിക്കലായിരുന്നു ഞങ്ങളെ മെയിൻ പ്ലാൻ. അതിൻ്റെ ശേഷം പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ മേമൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു. ഈ കാണുന്ന മഞ്ഞ് പുലർച്ചയോ വൈകുന്നേരമോ ഒന്നുമല്ല കേട്ടോ. ഇത് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ ആ ഒരു സമയത്തുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ സമയത്ത് പേട്ടയിലെത്തി. ഇനിയാണ് ഞങ്ങൾ ട്രിപ്പിലെ അടുത്ത ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പാർട്ട്, മന്തി. അങ്ങനെ വയറ് നിറച്ച് മന്തി കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.